അൽഹംദുലില്ലാ. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട കുറച്ച് സന്തോഷ വാർത്ത ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദേ. നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം നടന്നിരിക്കുന്നു. ഉസ്താദ് എന്ന് പറഞ്ഞിരുന്നല്ലോ, സൂറത്ത് ഹൂദ് 13 ഓതിയാല് എന്ത് കാര്യം നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാന് 5 ഓതി കഴിഞ്ഞിട്ടുള്ളൂ. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ തന്ന സാധനം എന്താ ചെയ്യുന്നത്, എടുത്ത് മാറ്റണോ എന്താണെന്ന് പറയണേ. ഒരുപാട് സന്തോഷം. ഞാൻ നാട്ടിൽ പോവാണ്, മോളെ ഭർത്താവിനെ കാണാൻ പോവാണ്. അൽഹംദുലില്ലാ. ഞാൻ മെസ്സേജ് വിട്ടിരുന്നു ഉസ്താദിന്, ഒരു സാധനം കൊടുത്തേക്കൊക്കെ കൊറിയർ വിട്ടിരുന്നു. അൽഹംദുലില്ലാ സന്തോഷമായി. ഹസ്ബൻഡിന് ജോലി ശരിയായിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസമായി ജോലിക്ക് കയറിയിട്ട് സാലറി അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഞാനിത് അവർ അയക്കുന്ന സമയത്ത് ഞാൻ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് കേൾക്കാറുണ്ട് ഇടയ്ക്ക്. കാരണം എന്താ അറിയോ, നമ്മളൊരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അൽഹംദുലില്ലാ അതിൻ്റെ ഫലം ഇങ്ങനെ അവർക്കതിന് ഫലം കിട്ടി എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അത് വലിയ സന്തോഷം തന്നെയാണ്. അള്ളാഹു ഇനി ഒരുപാട് ഇങ്ങനെയുള്ള സന്തോഷ വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ചെറിയ ചെറിയ അമലുകളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, പക്ഷേ ആത്മാർത്ഥതയോടുകൂടി അവരത് കൈകാര്യം ചെയ്യുമ്പോൾ അള്ളാഹു അതിൻ്റെ ഫലം കൊടുക്കുന്നത്. വർഷങ്ങളായി നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് നടക്കാനൊരു സബബാകാൻ കഴിയുക എന്നുള്ളത് വലിയ റാഹത്താണ് ഇല്ലേ. അള്ളാഹു ഇനിയും അതുപോലെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നേരിട്ട് സ്ഥാനമായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട് വിളിച്ചിട്ടൊക്കെ. കഴിവിൻ്റെ പരമാവധി നമ്മളോട്ട് ഫോണിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഇൻഷാ അല്ലാ എന്ത് ചെയ്യാം, ഫോണിലൂടെ തന്നെ മറുപടി പറയുകയും അവർക്കുള്ള പരിഹാരം മാക്സിമം ചെയ്തു തരാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് ഇൻഷാ അല്ലാ. ഒരുപാട് ആളുകൾക്ക് ചെയ്തു കൊടുത്തതുണ്ട്. പല ആളുകളും ഇതുപോലെ ദിവസവും ഞാൻ കേൾക്കുന്നതാണ്, ഇതുപോലെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ കല്യാണം ശരിയായ ആളുകൾ, ജോലി ശരിയായ ആളുകൾ, വിദേശത്തെ മറ്റ് പല സംഗതികളും അവർ ഉദ്ദേശിച്ച പോലെ റാഹത്തായ ആളുകൾ, അതുപോലെ വിൽക്കാനുള്ള സംഗതികൾ, വീട് വസ്തുവൊക്കെ വിൽക്കാൻ കഴിഞ്ഞ ആളുകൾ, അതുപോലെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ കച്ചവടം റാഹത്തായ ആളുകൾ, ഇങ്ങനെ പല അഭിപ്രായങ്ങളും പല ആളുകളുടെയും ആ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അള്ളാഹു ഇനിയും നിലനിർത്താൻ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ. ഇന്ന് ഞാനൊരു കുഞ്ഞൻ ദിക്ർ പറഞ്ഞുതരാം, ഒരു ചെറിയ ദിക്ർ. എന്താ ഈ ദിക്റിൻ്റെ പ്രത്യേകത? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു കിട്ടാൻ, ആ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാർ പറഞ്ഞു. എന്നാൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഒരു ദിക്ർ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അവർ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് നടന്നു കിട്ടും, ഉറപ്പാണ് എന്ന് 100% ഉറപ്പ് എന്ന് മഹത്തുക്കൾ അടിവരയിട്ട് പഠിപ്പിച്ചു എന്ന മഹത്തായ ഒരു കുഞ്ഞൻ ദിക്ർ കുറഞ്ഞ സമയം കൊണ്ട് ഞാനൊന്ന് പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവൻ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അള്ളാഹുവിന് എത്ര സ്തുതി ചെയ്താലാണ് മതിയാകുക അല്ലേ. നമ്മുടെയൊക്കെ എത്രയോ ആഗ്രഹങ്ങൾ അത് പൂവണിഞ്ഞ് കിട്ടുക എന്നുള്ളത് നമ്മൾ കാണുന്നൊരു സ്വപ്നമാണത് അല്ലേ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പൂർത്തിയായി കിട്ടുക അൽഹംദുലില്ലാ, അത് വലിയൊരു സ്വപ്നമാണ്. എന്നാൽ എത്രയോ വർഷങ്ങളായിട്ട് അല്ലെ മാസങ്ങളായി ദിവസങ്ങളായി നടക്കണം കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ചില സംഗതികൾ, അത് ജോലിയാകാം, വിവാഹമാകാം, അതുപോലെ മറ്റ് കച്ചവട വിഷയങ്ങളാകാം, അതുപോലെ വീട് വിൽക്കാനുള്ളത്, സ്ഥലം വിൽക്കാനുള്ളത്, വാങ്ങാനുള്ളത്, വീട് വെക്കാനുള്ളത്, എന്തോ ആയിക്കൊള്ളട്ടെ. നമ്മുടെ ഏത് വിഷയം, ജോലി സംബന്ധമായ വിഷയം, കച്ചവട സംബന്ധമായ വിഷയം, പഠന സംബന്ധമായ വിഷയങ്ങൾ, പല ആളുകളും ഇൻ്റർവ്യൂ എഴുതിയിട്ട് പാസ്സാകാതെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇൻ്റർവ്യൂ എഴുതി അങ്ങനെ വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതി അങ്ങനെ സമയം പോകുന്ന ആളുകൾ, ഇത്തരത്തിൽ പല ആഗ്രഹങ്ങളും നടക്കാതെ പോകുന്നത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നടന്നു കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് അവരിൽ നിന്നും നേരിട്ട് കേൾക്കാൻ കിട്ടുന്ന ഒരു അനുഭൂതി അൽഹംദുലില്ലാ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇത്തരത്തിൽ ദിവസവും ഞാൻ ഒരുപാട് വോയിസുകൾ കേൾക്കുന്ന ഒരാളാണ്. അത് എൻ്റെ ഒരു മഹത്വത്തിൽ ഒരു കിബിർ പറഞ്ഞതല്ല, മറിച്ച് എന്ത് ചെയ്യുക, അള്ളാഹു എനിക്ക് നൽകിയൊരു നിഅമത്ത് ഞാൻ പറഞ്ഞതാണ് അല്ലേ. അമ്മ നിഅമത്ത് റബ്ബിക ഫഹദ്ദിസ്, അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്ന നിഅമത്തിനെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. എനിക്കൊരു നിഅമത്ത് അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന്. എനിക്ക് കിട്ടുന്ന നിഅമത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണിത്. ഒരുപാട് മുഅ്മിനീങ്ങളുടെ, സാധുക്കളുടെ, അവരുടെ ആഗ്രഹ പൂർത്തീകരണം നടന്നു എന്നുള്ളൊരു വോയിസ്, അവരുടെ ഒരു വാക്ക് ഇങ്ങനെ കേൾക്കുക എന്നുള്ളത്, അതിന് നമ്മളൊരു സബബായി എന്നുള്ളത്, ഒരു കാരണമായി എന്നുള്ളത് അതിനേക്കാളേറെ സന്തോഷമാണ്. അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾക്ക് അമല് ചെയ്തു കൊടുത്തിട്ട് ഇത്തരത്തിൽ പല ആളുകളും വിളിച്ചിട്ട് കാര്യം നടന്നിട്ടുണ്ട്, ഇനി എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ദുആ ഇറക്കണം, എന്ത് ചെയ്യുക, നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തിട്ട് വലിയ ഫലം കിട്ടിയിട്ടുണ്ട്. മക്കൾ നന്നായ വിഷയം പറഞ്ഞിട്ടുണ്ട്. മക്കൾ തീരെ അനുസരണയില്ലാതെ കുരുത്തക്കേടായി നടന്നിരുന്ന മക്കളൊക്കെ ഇപ്പോൾ വലിയ സ്നേഹത്തിൽ പെരുമാറുന്നുണ്ട് എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇത് ഇല്ലേ. അപ്പോൾ അത് നേരിട്ട് അനുഭവിച്ചറിയുമ്പോഴാണ് നമുക്കത്, ഞാനിത് സന്തോഷത്തോട് പറയാൻ കാരണം അതാണ്. പക്ഷെ അത് ഞാനൊരു കുഞ്ഞൻ ദിക്ർ പറഞ്ഞുതരാം, ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ദിക്ർ ഇൻഷാ അല്ലാ ചുരുങ്ങിയ രൂപം കൊണ്ട് പറഞ്ഞുതരാം.
ഒരു വലിയ ദിക്റൊന്നുമല്ല, നമുക്ക് അറിയുന്ന വാക്കുകൾ തന്നെയാണ്. പക്ഷേ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വുളു ഉണ്ടായിരിക്കണം. ഈ ദിക്ർ ചൊല്ലുമ്പോൾ വുളു ഉണ്ടാകണം. രണ്ടാമത്തത്, വുളു ഉണ്ടാവണം. അത് ഖുർആനൊന്നുമല്ലല്ലോ ഖുർആൻ ഓതുമ്പോൾ പോലോ വുളുവിൻ്റെ ആവശ്യമില്ലല്ലോ, കാണാൻ ഓതിയാൽ വുളുവിൻ്റെ ആവശ്യമില്ലല്ലോ എന്നിപ്പോൾ ആരെങ്കിലും എൻ്റെ ഇടയ്ക്കൂടെ പറയുന്നുണ്ട് എങ്കിൽ അവരോട് സ്വല്പം മാറി നിൽക്കാനേ പറയുള്ളൂ, അവരോട് തർക്കിക്കാനൊന്നും വിടില്ല. മഹത്തുക്കൾ ഈ രൂപത്തിൽ അതിനോടൊരു അദബ് കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചൊല്ലിയാൽ നിങ്ങളുടെ കാര്യം നടക്കും എന്ന് പറഞ്ഞു തന്നതായതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. ഒന്ന്, അവർ പറഞ്ഞത് എന്ത് ചെയ്യണം, വുളു ഉണ്ടായിരിക്കണം, വുളുവോട് കൂടിയിട്ടാണ് ചെല്ലേണ്ടത്. രണ്ടാമത്, ഖിബിലയ്ക്ക് മുന്നിട്ടാവണം ചെല്ലേണ്ടത്. ഇത് നിസ്കാരമൊന്നുമല്ലല്ലോ ഖിബിലയ്ക്ക് മുന്നിട്ട് ചെയ്യാൻ എന്ന് ആരും ചോദിക്കാൻ വരണ്ട. എന്ത് ചെയ്യാം, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, 2 കാര്യങ്ങൾ അതേ ഉള്ളൂ. ഒന്ന്, വുളു ഉണ്ടാകണം. 2, ഖിബിലയ്ക്ക് മുന്നിടണം. എന്നിട്ട് 313 തവണ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂമുൽ അലീം, അത്ര ഉള്ളു ദിക്ർ. ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂമുൽ അലീം, നമുക്കൊക്കെ അറിയുന്ന വാക്കുകളല്ലേ. ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം അൽ അലീം, എല്ലാ വാക്കും നമുക്കറിയുന്നതാണ്. ഈ ഒരു ദിക്ർ ആരെങ്കിലും ഒരാൾ 313 തവണ വുളൂവോടുകൂടി ഖിബലയ്ക്ക് മുന്നിട്ടിരുന്ന് അയാളുടെ കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ആ കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തി കൊടുക്കുന്നതാണ് എന്ന്. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഏതെങ്കിലും ഒരു ദിവസം ചെയ്തത് കൊണ്ടല്ല ഫലം കിട്ടുക. മറിച്ച് ചില ആളുകളുണ്ട്, എന്ത് ചെയ്യുക, നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്ർ പറഞ്ഞു കൊടുത്തു, എൻ്റെ അമൽ പറഞ്ഞു കൊടുത്തു, അത് ചെയ്തു, ഒരു ദിവസം ചെയ്തു, ഒരാഴ്ച ചെയ്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറഞ്ഞ ദിവസങ്ങൾ ചെയ്തിട്ട് എൻ്റെ കാര്യം ഉസ്താദേ ഇത്ര ചെയ്തിട്ടും ഫലം കിട്ടുന്നില്ല. ചിലപ്പോൾ വർഷങ്ങളായി അതിൻ്റെ പിന്നിൽ നടക്കുന്ന ആളായിരിക്കും, എന്നാലും എന്ത് ചെയ്യുക, കുറഞ്ഞ ദിവസം കൊണ്ട് അത് ഫലം കിട്ടുക. അങ്ങനെയല്ല, മറിച്ച് റബ്ബാണ് ഇത് നടത്തി തരുന്നത്. നമ്മൾ എന്ത് ചെയ്തു തന്നാലും നമ്മളൊരു സബബ് മാത്രമല്ലേ, നമ്മളൊരു കാരണം മാത്രം. അള്ളാഹുവാണ് ഇതിൻ്റെ പിന്നിൽ എന്ത് ചെയ്യുന്നത്, റബ്ബാണ് അതിന് ഫലം നൽകുന്നത്. ഇപ്പോൾ മുത്തനബി തങ്ങളുടെ ഹദീസ് കാണാം, ആരെങ്കിലും ഒരാൾ വേദന, ശരീരത്തിൽ എന്തെങ്കിലും ഭാഗത്ത് വേദന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വേദന വന്ന സ്ഥലത്ത് കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ലാ 3 തവണ ചൊല്ലുക, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഅഹാദിർ. ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അയാളുടെ വേദന മാറുമെന്ന്. യഥാർത്ഥത്തിൽ ആ ദിക്റിന് വലിയ പവർ ഉള്ളത് കൊണ്ടാണോ, അല്ല ദിക്റാണോ മാറ്റി കൊടുക്കുന്നത്? അല്ല, മുത്തനബി തങ്ങൾ പരിചയപ്പെടുത്തിയത് റബ്ബ് മാറ്റിത്തരുമെന്ന്. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു സബബ് മാത്രമാണ്, ഒരു കാരണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു മാറ്റിത്തരും. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ദിക്റുകളാകട്ടെ, ഖുർആനുകളാകട്ടെ, മറ്റ് അമാലുകളാകട്ടെ, ഇതൊക്കെ ഒരു കാരണം മാത്രമാണ്. നമുക്ക് അള്ളാഹു കാര്യം സാധിപ്പിച്ചു തരാൻ, നമ്മുടെ കാര്യം നേടിയെടുക്കാൻ, ഖളാഉൽ ഹാജത്തിന് വേണ്ടിയിട്ടുള്ള സബബുകൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നിയ്യത്ത് വെച്ചിട്ടാവണം ചെയ്യേണ്ടത്. എന്ത് ചെയ്യുക, അള്ളാഹുവാണ് എൻ്റെ കാര്യം നടത്തി തരുന്നത്. അത്തരത്തിൽ നല്ല നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബ് നമ്മുടെ കാര്യം നടത്തി തരുമെന്ന് 100% ഉറപ്പായി മഹാന്മാർ പഠിപ്പിച്ചെന്നാണ്. ഈ ഒരു ദിക്ർ മറന്നുകൊണ്ട ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം അൽ അലീം, ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം അൽ അലീം, ഇത് 313 തവണ വുദുവോടുകൂടി ഖിബിലയ്ക്ക് മുന്നിട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ആളുടെ കാര്യം നടന്നു കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദിവസവും പതിവാക്കാൻ ശ്രമിക്കുക. കഴിവിൻ്റെ പരമാവധി നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. പലരും പരാതി പറയുന്നുണ്ട്, ഉസ്താദ് വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കൽ കുറവാണെന്ന്. മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എപ്പോഴും കോൾ വരുമ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും തിരക്കിലാണെങ്കിലും എടുക്കാൻ പറ്റാത്തേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് തിരക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫോൺ എടുക്കാറുണ്ട്. ഇനി തിരക്കുണ്ടെങ്കിൽ പോലും, ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും എൻ്റെ 2ാമത്തെ നമ്പർ, വാട്സപ്പ് നമ്പർ, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. അതിൽ വോയിസ് ആയിട്ട് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ചെയ്താൽ കഴിവിൻ്റെ പരമാവധി ഞാൻ റിപ്ലൈ തരും ഇൻഷാ അല്ലാഹ്. മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെ അത്തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.